രാഹുൽ വന്നില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. സാങ്കേതികമായി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു എം നിയമസഭയിൽ തുടർച്ചയായി 60 ദിവസം സഭാ സമ്മേളനത്തിൽ ഹാജരാകാതിരുന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 190 സെക്ഷൻ 4 പ്രകാരം ആ എം സീറ്റ് വേക്കൻ്റായിട്ട് പ്രഖ്യാപിക്കാം സഭയുടെ അനുമതിയോടുകൂടി. പക്ഷേ നിലവിൽ അങ്ങനൊരു സാഹചര്യമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമേ സംഭവിക്കില്ല. കാരണം സഭ ഒന്നുകിൽ അനുവാദം കൊടുക്കും ഒരു അപേക്ഷ സ്വീകരിച്ചിട്ട് ഹാജരാകാതിരിക്കാൻ. ഇനി അനുമതി ഇല്ലാതെ ഒരു ആൾ വരാതിരുന്നാൽ പോലും സഭ ആ സീറ്റ് വേക്കൻ്റായിട്ട് പ്രഖ്യാപിക്കലല്ല രീതി എന്നുള്ളത് മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെ ആ മറുപടി ചോദിച്ചെടുക്കുകയും അതിനെ റെഗുലറൈസ് ചെയ്യുമാണ് രീതി. അതൊന്ന്. നമ്മുടെ സഭയുടെ ചട്ടം 170, സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള ചട്ടം 170 പ്രകാരം രാഹുലിന് വേണമെങ്കിൽ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്ത് അപേക്ഷ സമർപ്പിക്കാം? ഒരു അവധി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി അവധി അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവധി അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അത് ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നത് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ സമർപ്പിക്കാൻ കഴിയൂ. തന്നെ പാർട്ടി പുറത്താക്കിയതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു അവധി അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ സഭയിൽ ഹാജരായില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. സാങ്കേതികമായി രാഹുലിന് സഭയിൽ സമ്മേളിക്കുന്ന സമയത്തെ പ്രിവിലേജുകൾ, അതിൻ്റെ അലവൻസസ് നഷ്ടപ്പെടുമെന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ശമ്പളം കൃത്യമായി കിട്ടും. ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും ആ രീതിയിൽ തന്നെ കിട്ടും.